ഓൾ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ABD സാറാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ആണ് പഠിപ്പിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്. സോഷ്യൽ സയൻസിൽ തന്നെ നമുക്ക് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി, ഇങ്ങനെ പല പേപ്പേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ തന്നെ എല്ലാ പേപ്പേഴ്സും ഞങ്ങളൊരു എൻ്റെ ടീമായിട്ടാണ് എടുക്കുക. വലിയൊരു ടീം തന്നെയാണ്, അതിൽ ഞാനും ഒരു മെമ്പർ ആയിരിക്കും. ഓക്കെ, ഇന്നിപ്പോൾ സാർ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് 7th നിന്നും 8th വന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ ലോട്ട്സ് ഓഫ് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി നിങ്ങൾ 7th 8th വരുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കല്ല. കഴിഞ്ഞ വർഷം പഠിക്കുന്ന സമയത്ത് മക്കൾ നിങ്ങളുടെ ഏട്ടന്മാരോടും ചേച്ചിമാരോടും ഒക്കെ എന്ത് ചോദിച്ചിട്ടുണ്ടാവും? യെസ്, നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്, എങ്ങനെയുണ്ട് ചാപ്റ്റേഴ്സ്, ഈസി ആണോ, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് അല്ല പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ളത്, അല്ലേ? പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പുതിയ ചാപ്റ്റേഴ്സാണ് വരാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ഒരു ടോപ്പിക്ക് പഠിക്കണം, അത് എന്താണ് വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് മക്കളെല്ലാവരും നിൽക്കുന്നുള്ളത്. അപ്പോൾ സാറെന്ന് വന്നിട്ടുള്ളത് നമ്മുടെ CBSE എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, ഈ മക്കൾക്ക് വേണ്ടി, നമ്മുടെ 8th CBSE മക്കൾക്ക് വേണ്ടി ഒരു ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മെറ്റീരിയൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഫിറ്റാക്കി എടുക്കുക. പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്കുള്ള ഒരു സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഈ പറയുന്ന ബ്രിഡ്ജ് കോഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബ്രിഡ്ജ് കോഴ്സിൽ 1-2 ആക്ടിവിറ്റീസാണ്, നമ്മുടെ ഹിസ്റ്ററിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹിസ്റ്ററിയിലെ 1-2 ആക്ടിവിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ടച്ച് ചെയ്ത് പോരാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. നമുക്ക് സോഷ്യൽ സയൻസിലേക്കാണ് ഞാൻ പറഞ്ഞു. സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഏരിയ ആണ് സാർ ഇന്ന് മക്കൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, എടുക്കാൻ പോകുന്നത്. അപ്പോൾ പല മക്കളും പറയുന്ന ഒരു കാര്യമാണ്, ഹിസ്റ്ററി അത്യാവശ്യം ബോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് എന്ന് പല മക്കളും പറയാറുണ്ട്. ചില മക്കൾ പറയും സാർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് എന്ന് പറയുന്ന മക്കളുണ്ട് കേട്ടോ. ഇപ്പം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ പറയും ഹിസ്റ്ററി ഭയങ്കര ബോറിംഗ് ആണെന്ന് പറയുന്ന ആൾക്കാരാണ് മെജോറിറ്റി എങ്കിൽ. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ച് മക്കളൊക്കെ പറയും ഹിസ്റ്ററി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറേ, എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ അത് ഓരോ ആളുകളും ഇൻട്രസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു പഠിക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മളൊരു സാധനം ലൈക്കായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരത്തിന് എന്തായിരിക്കും, ഓക്കെ, അതിലിപ്പോൾ എത്ര പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്കിത് ഓക്കെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടു പഠിക്കുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റും എന്ത് ചെയ്യും, നമുക്കിത് ഫിറ്റാണ്, നമുക്കിത് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സോഷ്യൽ സയൻസും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു പഠിച്ചു തുടങ്ങണം. ഓക്കെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കും നല്ല രസകരമായിട്ട് നമുക്ക് സോഷ്യൽ സയൻസ് എങ്ങനെ രസകരമായിട്ട് പഠിക്കാം എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇന്ന് നോക്കാനുള്ളത്. ഓക്കെ, നമ്മുടെ ഈ പറയുന്ന ഹിസ്റ്ററിയിൽ ഇതുപോലുള്ളൊരു മെറ്റീരിയലാണ് CBSE എന്ത് ചെയ്തിട്ടുള്ളത്, പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ബ്രിഡ്ജ് കോഴ്സ്. ഓക്കെ, ഈ പറയുന്ന 8th CBSE മക്കൾക്ക് വേണ്ടിയാണ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ നമ്മുടെ ഹിസ്റ്ററിയുടെ ഏരിയയിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സർവേ ഓഫ് ലോക്കൽ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് എന്നുള്ളതാണ്. സർവേ ഓഫ് ലോക്കൽ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഹിസ്റ്ററിയിൽ നമുക്ക് 3 ടോപ്പിക്സ് ആണ് ഈ പറയുന്ന മെറ്റീരിയലിൽ പഠിക്കാനുള്ളത്. സർവേ ഓഫ് ലോക്കൽ ഹിസ്റ്റോറിക്കൽ പ്ലേസസും അതുപോലെ തന്നെ സോഴ്സസും അതുപോലെ തന്നെ ജേണി ത്രൂ ഇന്ത്യാസ് ആർക്കിടെക്ചർ, ഇങ്ങനെ 3 ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ തന്നെ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് സർവേ ഓഫ് ലോക്കൽ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നതാ. ഓക്കെ, ഈ ഒരു ടോപ്പിക്ക് നോക്കുന്ന സമയത്ത് എന്താണ് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് എന്നൊരു കൺഫ്യൂഷൻ മക്കൾക്ക് ഉണ്ടാവും. ഓക്കെ, ഹിസ്റ്റോറിക്കൽ പ്ലേസസ്, വാട്ട് ഇസ് ദാറ്റ്? ഓക്കെ, ഹിസ്റ്റോറിക്കൽ പ്ലേസസ് എന്ന് പറയുമ്പോൾ എന്താണ് നോക്കുക, ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ പാസ്റ്റിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ പ്ലേസസ് എന്ന് പറയുന്നത്, അല്ലേ? ഇൻ ഫ്യൂച്ചർ ജനറേഷൻ, ഇൻ കണ്ടംപററി വേൾഡിനൊക്കെ കുറേയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട സിവിലൈസേഷൻ്റെ ഭാഗമായിരിക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള ഏരിയാസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്ലേസസിനെയാണ്, മേ ബി ഇത് ഫോർട്ട്സ് ആയിരിക്കാം, ടെമ്പിൾസ് ആയിരിക്കാം, അങ്ങനെ പലതുമായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേസസിനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് എന്നുള്ള ചോദ്യത്തിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്ക് തുടങ്ങാം. ഓക്കെ, എ പ്ലേസ് വിത്ത് ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ ഓർ ആർക്കിടെക്ചറൽ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർട്ട്സ്, ദെൻ പാലസസ്, ടെമ്പിൾസ്, ഓൾഡ് സിറ്റീസ്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, ഹിസ്റ്റോറിക്കൽ പ്ലേസസിൽ വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മളെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ദി ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് അവർ പാസ്റ്റ് എന്നുള്ളതാണ്. നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ, ഓക്കെ, നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച്, നമ്മളെ വേൾഡിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള എന്താ പറയുക, നോളജ് നമുക്ക് കിട്ടാൻ, അല്ലെങ്കിൽ കൂടുതൽ എന്ത് കിട്ടാനാണ്, അറിവ് നമുക്ക് കിട്ടാൻ എന്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ദീസ് പ്ലേസസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ പല മക്കളും നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പാലസസ് ആണെങ്കിലും അല്ലെങ്കിൽ ടെമ്പിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫോർട്ട്സ് ആണെങ്കിലും ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുള്ള മക്കൾ തന്നെയായിരിക്കും. മേ ബി നിയറസ്റ്റ് ആവണം എന്നില്ല, നിങ്ങൾ എത്രയും ലോങ് ട്രാവൽ ചെയ്തിട്ടും ഇതുപോലുള്ള പ്ലേസസ് എന്ത് ചെയ്യാറുണ്ട്, കാണാൻ പോകാറുണ്ട്, വിസിറ്റ് ചെയ്യാറുണ്ട്, അതിനുവേണ്ടി മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സാറ് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ടൂർ പോകാൻ ഡിസൈഡ് ചെയ്തു. ഓക്കെ, ടൂർ പോകാൻ തീരുമാനിക്കും, നിങ്ങൾ എന്താ ഫസ്റ്റ് നോക്കുക,
ആ പ്ലേസസ് അല്ലെ, ആ പ്ലേസസ് ഏതൊക്കെയാണ്? മേ ബി അത് ഹിസ്റ്റോറിക്കൽ ആയിരിക്കും. നിങ്ങൾ ഈ നോക്കുന്ന സമയത്ത് പല പ്ലേസസ് നമ്മൾ ചൂസ് ചെയ്യുന്ന പല പ്ലേസസും എന്താണ്, ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആണ്. ഹിസ്റ്റോറിക്കലി വലിയ ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസസ് ആണ്. സാർ സിമ്പിൾ എക്സാമ്പിൾ പറയട്ടെ, നമ്മുടെ ഇപ്പോൾ ബേക്കൽ ഫോർട്ട്. ഇപ്പോൾ സാറ് കാസർഗോഡുകാരനാണ്, ഓക്കെ. അപ്പോൾ അവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്നത്. ബേക്കൽ ഫോർട്ട് ഇപ്പോൾ നമ്മളെല്ലാവരും ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ലൈക്ക് ഇതുപോലെ തന്നെ പല പ്ലേസസും ഹിസ്റ്റോറിക്കലി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസ് ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്കിപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്ലേസസിലേക്ക് നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഇനി ജസ്റ്റ് അതിൻ്റെ എന്താ പറയുക, ലൈക്ക് അത് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് 2 ഫോട്ടോസ് എടുത്ത് അല്ലെങ്കിൽ അത് കണ്ട് കളിച്ച് വരാതെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. ഇപ്പോൾ ബേക്കൽ ഫോർട്ടിൻ്റെ കേസ് പറയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഒരു അത് മക്കൾ കാണാൻ പറ്റും, അണ്ടർഗ്രൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. then അതിലൂടെ കടന്നു പോയാൽ കടലിലേക്കാണ് എത്തുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മക്കൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ പോയിട്ടുള്ള മക്കൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അന്ന് ഈ ഫോർട്ടുകളൊക്കെ അന്ന് ഏറ്റവും കൂടുതൽ എന്തായിരുന്നു, ഡിഫെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരുന്നു അന്ന് ഫോർട്ടുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ. അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ സീ റൂട്ട് ആയിരുന്നുണ്ടെങ്കിൽ സീ ത്രൂ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ പ്ലേസസ് ഒക്കെ എന്ത് ചെയ്തിരുന്നത്, കൂടുതലായിട്ടും യൂസ് ചെയ്തിരുന്നത്, യൂട്ടിലൈസ് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഈച്ച് ആൻഡ് എവറി പ്ലേസസിനും ഹിസ്റ്റോറിക്കലി വലിയ ഒരു എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോറി പറഞ്ഞു തരാണ്ട് നമുക്ക് വേണ്ടി. ഓക്കെ. അപ്പോൾ നിങ്ങൾ അതിനൊരു പ്ലേസ് വിസിറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് പോയിട്ട് നല്ല രസമുണ്ടല്ലേ, യെസ് ഒരു 2 ഫോട്ടോസ് എടുക്കാം, അങ്ങനെ മാത്രം ലക്ഷ്യം വെക്കാതെ അത് പോയി കാണുക. ഇതാരാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക, എന്തിനാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക, ഇത്രയും സെഞ്ച്വറീസ് മുമ്പ് അല്ലെങ്കിൽ ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെ, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആർക്കിടെക്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആളുകളെക്കാളും സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഹരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ബേൺഡ് ബ്രിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഡ്രെയിനേജ് ആണെങ്കിലും ഗ്രേറ്റ് ബാത്ത് ആണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഹിസ്റ്റോറിക്കലി വലിയ അവരുടെ എന്താ പറയുക സ്കില്ല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പഴയ ആളുകളുടെ സ്കില്ല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്ന് അവർ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അവർ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല പല ഇൻഫോർമേഷൻസ് നമുക്ക് ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ പ്ലേസസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്ത് ചെയ്യുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ദെൻ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് വൈ ആർ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആർ ഇമ്പോർട്ടൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ദേ ടെൽ സ്റ്റോറീസ് അബൌട്ട് അവർ പാസ്റ്റിനെ കുറിച്ചുള്ള, നമ്മുടെ പാസ്റ്റിനെ കുറിച്ചുള്ള സ്റ്റോറീസ്, കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നത് ദീസ് പ്ലേസസ് ആണ്. ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തന്നെ കൾച്ചർ ആൻഡ് ഹെറിറ്റേജിനെ പ്രിസേർവ് ചെയ്യാൻ, സംരക്ഷിച്ച് വെക്കാൻ ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ത്രൂ ആണ് അത് പ്രിസേർവ് ചെയ്ത് വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെയോ ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത്രത്തോളം കൺസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു, ഇത്രത്തോളം സ്കിൽഡ് ആയിട്ടുള്ള ആർക്കിടെക്ട്സുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രത്തോളം എന്താ പറയുക സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അന്നത്തെ ആളുകൾ ഇത്രത്തോളം സ്കിൽഡ് ആയിരുന്നു എന്ന് നമുക്ക് ഓരോ കൺസ്ട്രക്ഷൻസ് കണ്ടാലും മനസ്സിലാവില്ല. ഓരോ കൺസ്ട്രക്ഷൻ കണ്ടാലും നമ്മൾ എന്ത് ചെയ്യും, യെസ് വാട്ട് എ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. സാർ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ സാർ കാണിക്കുകയാണ്. ഓക്കെ. ഇത് കാണുന്ന സമയത്ത് ഈ ഒരു ബിൽഡിംഗ് കാണുന്ന സമയത്ത് തന്നെ എന്ത് ഭംഗി അല്ലേ, എന്താ ഭംഗി കാണാൻ. ഓക്കെ. അങ്ങനെ ഓരോ കൺസ്ട്രക്ഷൻസും അല്ലെങ്കിൽ ഓരോ ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ ഓരോ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ പാസ്റ്റ് എന്താണ്, ഇത് ആരാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും, ഇതിനെക്കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇത് ഗ്വാളിയർ ഫോർട്ടാണ്. ഓക്കെ. ഗ്വാളിയർ ഫോർട്ടാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഓൾസോ നോൺ ആസ് എ പേൾ എമംഗ് ദ ഫോർട്ടസ്റ്റ് ഓഫ് ഹിന്ദി. ഇന്ത്യയിലെ എന്താ പറയുക ഫോർട്ടസ്റ്റ് ഒരു പേൾ ആയിട്ടാണ് അറിയപ്പെടുന്നത് നമ്മൾ ഈ പറയുന്ന ഗ്വാളിയർ ഫോർട്ട് അറിയപ്പെടുന്നത്. ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ ഹിൽ ഫോർട്ട് ഇൻ മധ്യപ്രദേശിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഹിൽ ഫോർട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഗ്വാളിയർ ഫോർട്ട്. ഓക്കെ. ദെൻ ഇവിടെ പറയുന്നുണ്ട് ബിൽഡ് അറ്റ് എ ഫ്ലാറ്റ് ടോപ്ഡ് ഹിൽ. ഇറ്റ്സ് എ സ്ട്രാറ്റജിക് ആൻഡ് ഇംപ്രസീവ് സ്ട്രക്ചർ dominating of the city of Gwalior. The fort's history spans various dynasties including Thomas, and it's known as the architectural and grandeur and defensive feature. നമ്മളോട് പറയുന്നുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൈനാസ്റ്റീസിൻ്റെ പീരീഡൊക്കെ ഈ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ബിൽഡിങ്ങിൽ ലോട്ട്സ് ഓഫ് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. കൂടാതെ മധ്യപ്രദേശിലാണ് ഈ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ പറയുന്ന ഈ ഒരു ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫോർട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്ന ആർക്കിടെക്ചറൽ ആയിട്ടുള്ള സ്കില്ല് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെയോ ഡിഫെൻസീവ് ആയിട്ടുള്ള അന്നത്തെ മെത്തേഡ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഫോർട്ടുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആനന്ദം എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ടിട്ടുണ്ടാവും
എന്താണ് ഹംപിയിലേക്ക് ടൂർ പോകുന്നതും അവിടെയൊക്കെ കുറേ അധികം പ്ലേസസ് ലൈക്ക് ഇതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്ലേസസ് നമുക്ക് കാണാൻ പറ്റും, റിമൈൻസ് ആയിട്ടുള്ള പ്ലേസസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ പാസ്റ്റ് നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള പ്ലേസസ് ആണ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഈ ബ്രിഡ്ജ് കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈക്ക് ഒരു നിങ്ങൾക്ക് കൂടുതലും ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ഇവിടെ ട്രാവൽ ചെയ്യുക, ഹിസ്റ്റോറിക്കൽ പ്ലേസസിലേക്ക് ട്രാവൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബ്രിഡ്ജ് കോഴ്സിൽ കൂടുതലായിട്ടും എന്ത് ചെയ്യുക വരുന്നത്. അവിടെ വിസിറ്റ് ചെയ്യുക, അവിടെ നിന്ന് കാണുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസസ് വിസിറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളാണ് ബ്രിഡ്ജ് കോഴ്സിലൂടെ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതായത് ഹിസ്റ്ററി റഫായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ മാത്രം പഠിക്കാതെ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള, നമ്മുടെ പ്രിമൈസസിലുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല 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 കാര്യങ്ങളുമുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ബേസിക്കായിട്ടും അറിഞ്ഞിരിക്കണം. അത് നമ്മൾ വായിച്ചറിയുന്നതിനപ്പുറം കണ്ടറിയാൻ പറ്റുന്നത് കണ്ട് തന്നെ അറിയണം, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം അല്ലേ. എല്ലാം നമുക്ക് വായിച്ചറിയുക എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും തൊട്ടടുത്ത് നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് എന്തുണ്ട്, ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടറിയാം മക്കളെ. അപ്പോൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ അത് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യും, കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആവും അല്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ തൊട്ടടുത്തുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഒക്കെ എന്ത് ചെയ്യുക, മക്കളൊന്ന് വിസിറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ അവിടെ എത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണുന്നത്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം. യെസ്, അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ പറയുക, ആസ്ക് യുവർ ഫാമിലി അബൌട്ട് എ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ദേ വിസിറ്റ്. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് ചോദിക്കുക, നിങ്ങൾ എവിടെയെങ്കിലും ഹിസ്റ്റോറിക്കൽ പ്ലേസസ് പോയിട്ടുണ്ടോ. ഓക്കെ, എവിടെയെങ്കിലും ഹിസ്റ്റോറിക്കൽ പ്ലേസസിൽ പോയിട്ടുണ്ടോ എന്ന് മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാരൻസിനോടൊക്കെ ചോദിക്കുക. ദെൻ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. നിങ്ങളുടെ അടുത്തുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടെത്താം. ഓക്കെ, നിങ്ങളുടെ അടുത്തുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റ് നിങ്ങൾ കണ്ടെത്താം. ദെൻ ബ്രിങ് ഡീറ്റെയിൽസ് ടു ഷെയർ നെക്സ്റ്റ് ക്ലാസ്. അത് സാർ ചെറിയൊരു മാറ്റം വരുന്നു. യെസ്, കമൻറ്റ് ബോക്സ്. ഓക്കെ, യെസ്, ഓക്കെ, കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് മേ ബി നിങ്ങളും ഉൾപ്പെടെ ആയിരിക്കും പോയിട്ടുണ്ടാവും അല്ലേ, നിങ്ങളും പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പോയ സമയത്ത് നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ ഏത് ഹിസ്റ്റോറിക്കൽ പ്ലേസാണ് നിങ്ങൾ വിസിറ്റ് ചെയ്തത്, അവിടെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്. ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പ്യുവർലി നിങ്ങൾ ഒരിക്കലും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലൂടെ മാത്രമായിരിക്കില്ല അവിടെ പോയിട്ടുണ്ടാവുക. മേ ബി അതിൻ്റെ സ്ട്രക്ചർ ആയിരിക്കും, മേ ബി അതിൽ ഉപയോഗിച്ചിട്ടുള്ള റോക്ക് സ്റ്റൈൽ ആയിരിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള സ്കൾപ്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള ഗാർഡൻസ് ആയിരിക്കും. അങ്ങനെ പല തിങ്സും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് എന്ത് ചെയ്യണം മക്കളെല്ലാവരും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ എന്ത് ചെയ്യണം, ഒരു സൈറ്റ് നിങ്ങൾ കണ്ടെത്തുകയും അതും കൂടി കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ പാരൻസിനോട് ചോദിക്കുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് ചോദിക്കുക, നിങ്ങൾ എവിടെയെങ്കിലും ഹിസ്റ്റോറിക്കൽ പ്ലേസസിൽ പോയിട്ടുണ്ടോ. പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ പറയട്ടാ, അടുത്ത ടൂറിന് നമുക്ക് എങ്ങോട്ട് തന്നെ പോകണം, ഹിസ്റ്റോറിക്കൽ പ്ലേസസിലേക്ക് തന്നെ പോകണം, അല്ലാതെ വേറെ എവിടെ പോകാൻ ഞാൻ വിടൂല. അടുത്ത പ്ലേസ് നമ്മൾ ഹിസ്റ്റോറിക്കൽ പ്ലേസസിലേക്ക് തന്നെ പോകണം. എന്ത് ചെയ്യുക, നിങ്ങളെ വാശി പിടിക്കുക. ടൂർ പോകണമെന്ന് വാശി പിടിക്കൊന്നും വേണ്ട കേട്ടോ. ടൂർ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ടൂർ എങ്ങോട്ട്, അല്ലെങ്കിൽ അടുത്ത നമ്മൾ ഇപ്പോൾ സാർ പറയുകയാണെങ്കിൽ ഒരു ബസ് കയറി യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെമ്പിൾസോ ഫോർട്ട്സോ ലൈക്ക് അങ്ങനെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എവിടെ ഒന്ന് അടയാളപ്പെടുത്തുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അടയാളപ്പെടുത്തുക. ഓക്കെ, മക്കൾ എത്രത്തോളം അതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്, സാർ പറഞ്ഞ് എത്രത്തോളം കേട്ടിട്ടുണ്ട് എന്നൊക്കെ സാറിന് മനസ്സിലാവാൻ അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സാർ ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കളോട് പറയണോ എന്ന് മനസ്സിലാക്കാനും സാറിന് എന്തായിരിക്കും അത് ഭയങ്കരത്തിൽ സഹായിക്കും. ഇനി നമുക്ക് ഒരു 4-5 ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, 4-5 ചോദ്യങ്ങൾ ചോദിക്കാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സാർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വേർ ഈസ് ഗോലിയ ഫോർട്ട് ലൊക്കേറ്റഡ്. എവിടെയാണ് ഗോലിയ ഫോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. വേർ ഈസ് ഗോലിയ ഫോർട്ട് ലൊക്കേറ്റഡ് എന്നാണ് സാറ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അതെവിടെയാണ് മക്കളെ, മറ്റെവിടെയുമല്ല, അതെവിടെയാണ്, മധ്യപ്രദേശിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, മധ്യപ്രദേശിലാണ് എന്ത് ലൊക്കേറ്റ് ചെയ്യുന്നത്, ഗോലിയ ഫോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. എവിടെയാടാ, MP അല്ലേ, മധ്യപ്രദേശിലാണ് ഈ പറയുന്ന ഗ്വാലിയ ഫോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഹൂ ബിൽഡ് ഇറ്റ് എന്നാണ് ചോദിക്കുന്നത്. ആരാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. യെസ്, നമുക്കിവിടെ കാണാൻ പറ്റും സുരാജ് സെൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, യെസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. സുരാജ് സെൻ ആണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. നെയിം 1 ഫീച്ചർ ഓഫ് ദ ഫോർട്ട്. ഈ ഒരു ഫോർട്ടിൻ്റെ 1 ഫീച്ചർ എന്ത് ചെയ്യണം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഹിൽ ടോപ്പ് ലൊക്കേഷനാണ്. അത് ഇതാ, അല്ലെങ്കിൽ ഇത് മാത്രമാണ് എഴുതേണ്ടത്, അല്ല, ഹിൽ ടോപ്പ് ലൊക്കേഷനാണ്. അത് മാത്രമല്ല എഴുതേണ്ടത്, നിങ്ങൾക്ക് അതിലെന്ത് ഫീച്ചറാണോ തോന്നിയിട്ടുള്ളത്. നമ്മൾ ഡിഫെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, അതിലേതെങ്കിലുമൊക്കെ ഒരു ഫീച്ചർ മക്കൾ എന്ത് ചെയ്യുക, അവിടെ എഴുതി വെക്കടാ. ദെൻ വൈ ആർ ഫോർട്ട്സ് ഇമ്പോർട്ടൻറ്റ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫോർട്ട്സ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് മക്കളെ. നമ്മളിവിടെ പറയുന്നുണ്ട് മിലിറ്ററി സ്ട്രോങ് ഹോൾഡ്സ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ,
മിലിറ്ററി നമുക്ക് പറയാൻ പറ്റും, മിലിറ്ററി സ്ട്രോങ് ഹോൾഡ്സ് നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഫോർട്സ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഫോർട്സ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് മിലിറ്ററി ആവശ്യങ്ങൾക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഫോർട്സ് കൂടുതലായിട്ടും അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. മിലിറ്ററി പർപ്പസിനൊക്കെ ആയിരുന്നു കൂടുതലും ഈ പറഞ്ഞ ഫോർട്സ് ഉപയോഗിച്ചിരുന്നത്. ദെൻ ഷെയർ വൺ തിങ് യു ലേൺ ടുഡേ. നിങ്ങൾ ഇന്ന് പഠിച്ച ഒരു കാര്യം എന്ത് ചെയ്യണം, അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ. മേ ബി അത് ലെങ്തി ആയിരിക്കും സാറേ, ഇത്രയൊക്കെ ഞങ്ങൾ ടൈപ്പ് ചെയ്യണോ എന്നൊക്കെ തോന്നുന്നുണ്ടാവാം. ഏതെങ്കിലും ഒരു കാര്യം, ഷെയർ വൺ തിങ്, നിങ്ങൾ ഇന്ന് പഠിച്ച എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും, എല്ലാവരുടെയും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ മേ ബി ഇങ്ങനെ എഴുതാം, ഐ ലേൺഡ് അബൌട്ട് ഹിസ്റ്ററി ആൻഡ് ആർക്കിടെക്ചർ ഓഫ് ഗ്വാലിയർ ഫോർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഐ അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിസർവിംഗ് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഐ ഡിസ്കവേർഡ് ഹൗ ഫോർട്സ് പ്രൊട്ടക്റ്റഡ് കിങ്ഡംസ് ഇൻ ദ പാസ്റ്റ് ആയിരിക്കാം. ഓക്കെ, ഇങ്ങനെ എന്തുമായിരിക്കാം നിങ്ങൾ എഴുതുന്നത്, ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, 1 2 3 നിങ്ങൾക്ക് ഇതിലേതാണ് മനസ്സിലായത് അതെന്ത് ചെയ്താൽ മതി, കമൻറ്റ് ബോക്സിൽ ഒന്ന് അടയാളപ്പെടുത്തണം. അപ്പോൾ സാറേ കുറച്ചധികം വർക്ക് മക്കൾക്ക് തന്നിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ എവിടെ എഴുതേണ്ടത്, കമൻറ്റ് ബോക്സിൽ എഴുതേണ്ടത്, കമൻറ്റ് ബോക്സിൽ എഴുതേണ്ടത്. ഹോംവർക്ക് നോട്ടിൽ എഴുതുന്ന പോലെ നിങ്ങൾ എവിടെ വന്ന് ടൈപ്പ് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ വന്ന് ടൈപ്പ് ചെയ്യണം. സാറേ ഞാൻ ഇന്ന സ്ഥലത്താണ്, സാറേ ഞാൻ ബേക്കൽ ഫോർട്ടാണ് പോയത്, ബേക്കൽ ഫോർട്ട് പോകുമ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു, കുറേ അധികം ഇങ്ങനെയുള്ള എന്താ പറയുക, ഈ പറയുന്ന പോലെ തന്നെ വലിയൊരു കയറ്റം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ലോങ് എന്താ പറയുക കുറേ അധികം നടക്കാനുണ്ടായിരുന്നു, ഗാർഡൻസ് ഉണ്ടായിരുന്നു, സീറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ എന്തുവാണെങ്കിലും മക്കൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കണ്ടിട്ടുള്ള കാര്യങ്ങൾ അവിടെ എഴുതി വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് എന്താ പഠിച്ചത്, ഗ്വാലിയർ ഫോർട്ട് എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഫോർട്ടായിരുന്നു എന്നോ, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, പ്രിസർവ് ചെയ്യപ്പെടേണ്ടതാണെന്നോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫോർട്ട്സ് എങ്ങനെയൊക്കെയാണ് കിങ്ഡംസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്, എന്താണ് നിങ്ങൾ പഠിച്ചത്, ആ കാര്യം കൂടി എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേ അധികം സൈറ്റ്സ് നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടും പഠിക്കുന്നുമുണ്ട്. ഈ പറയുന്ന ഓരോ സൈറ്റിനെ കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈച്ച് ആൻഡ് എവറി ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിൽ. ഓക്കെ, ബ്രിഡ്ജ് കോഴ്സ് ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യോധ ബാച്ചിലാണ്. നമ്മുടെ 8th CBSEയിലെ മക്കൾക്ക് വേണ്ടി സൈലം പ്രൊവൈഡ് ചെയ്തൊരു സ്പെഷ്യൽ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് യോധ ബാച്ച്. യോധ ബാച്ചിനെ കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ ഈ ചാനലിൽ തന്നെ മക്കൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും സാർ പറയാണ്, ഇപ്പം നമ്മൾ എടുത്തൊരു ടോപ്പിക്, അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻ തന്നെ ഈ പറയുന്ന ഗ്വാലിയർ ഫോർട്ടും മാത്രമല്ല, അതുപോലെ നമ്പർ ഓഫ് ഫോർട്ട്സും ടെമ്പിൾസും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സുകളൊക്കെ എവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ യോധ ബാച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സോഷ്യൽ സയൻസിൻ്റെ ഹിസ്റ്ററിയുടെ കാര്യം മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ യോധ ബാച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ബ്രിഡ്ജ് കോഴ്സ് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വരുന്നു. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ 3ഉം 4ഉം ലൈവുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ഓരോ ലൈവുകൾ കഴിയുമ്പോഴും 5 MCQs വെച്ചിട്ടാണ് മക്കൾക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, 5 MCQs വെച്ചിട്ട് DPBs ആണ് മക്കൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അന്ന് നടന്ന ലൈവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 MCQs മക്കൾ എന്ത് ചെയ്യുന്നു, അന്നത്തെ ലൈവ് കഴിയുമ്പോൾ പഠിച്ചെടുക്കുന്നു. അതുകൂടാതെ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ക്ലിയറൻസിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആസ്ക് ഡൗട്ട് സെഷൻസ് നമുക്കുണ്ട്, എക്സാമിനേഷൻസ് ഉണ്ട്, പ്രോപ്പറായിട്ടുള്ള ചാപ്റ്റർ വൈസും മൊഡ്യൂൾ എക്സാമിനേഷനും എല്ലാ കൈൻഡ് ഓഫ് എക്സാമിനേഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബാച്ചിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവുന്നുണ്ട്. ഓരോ ലൈവ് കഴിയുമ്പോഴും അതിൻ്റെ നോട്ട്സും സ്ലൈഡ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സുള്ള ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടതടാ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. നമുക്ക് പുതിയ ബുക്കൊക്കെ വരാൻ പോകണമല്ലേ, പുതിയ ബുക്കൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. പുതിയ ബുക്കൊക്കെ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ബേസ് മുതൽ തന്നെ നമ്മൾ പഠിച്ചു പോകണം. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം, അല്ലെങ്കിൽ അതൊക്കെ 8th CBSE അല്ലേ എന്നൊരു തെറ്റിദ്ധാരണ മക്കൾക്ക് പാടില്ല. 10th ബേസും കാര്യങ്ങളൊക്കെ വരുന്നത് 8th. ഓക്കെ, എസ്പെഷ്യലി മാത്സിലൊക്കെ ആണെങ്കിലൊക്കെ 8th അതിൻ്റെയൊക്കെ ഒരു ബേസ് വരാം. സയൻസിൻ്റെ കേസിലും സോഷ്യലൊക്കെ അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്യുക. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ബാച്ചിലേക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് യോധ ബാച്ചിൽ കാണണം മക്കളെ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സാറ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.